സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്കനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വകുപ്പാക്കി മാറ്റിയിരിക്കുകയാണെന്ന് UDF ചെയർമാൻ MM ഹസൻ. വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി വണ്ടൂർ നിയോജക മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതുതന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ ഒരു സ്വാധീനത്തിനും വഴങ്ങാൻ പാടില്ലാത്തവണ്ണം സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾക്കൊള്ളുന്നതായിരുന്നു ആ സമിതി. പക്ഷെ മോഡി ഗവൺമെന്റ് ആ കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസിനെ അതിൽ നിന്ന് മാറ്റി. പകരം വെച്ചതായ ഒരു കേന്ദ്രമന്ത്രിയെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത ഒരു കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രിയും ഒരു കേന്ദ്രമന്ത്രിയും ഇലക്ഷൻ കമ്മീഷനിൽ തീരുമാനമെടുക്കുമ്പോൾ 3 പേരുള്ള ഒരു ബോഡിയിൽ 2 പേരല്ലേ ഭൂരിപക്ഷം. സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റായി, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റായി ഇലക്ഷൻ കമ്മീഷനെ അധപ്പതിപ്പിച്ചു എന്നുള്ള വിമർശനം നമ്മുടെ കോൺഗ്രസും അതുപോലെ തന്നെ UPയിലെ എല്ലാ കക്ഷികളും പാർലമെന്റിനകത്ത് പറഞ്ഞതാണ്. ഭരണഘടന പ്രകാരം മതേതര രാജ്യമായ ഇന്ത്യയെ മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടത്തി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ BJPയുടെ ഒരു പ്രമുഖരായ നേതാവ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും. അതെല്ലാം പല അകൽപ്പൊടിക്കാരന്റെ മനോരാജ്യം പോലെയാണ് ഈ 400 സീറ്റ് എന്നൊക്കെ പറഞ്ഞു. 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടന ഭേദഗതി 400 സീറ്റ് കിട്ടിയാലല്ലേ ഭേദഗതി. ഒരിക്കലും 400 സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ സഖ്യം അതിന്റെ വിശദാംശങ്ങളില്ല. അപ്പോ അവരുടെ ലക്ഷ്യം ഭരണഘടന ഭേദഗതി ചെയ്യുന്നില്ല. രാജ്യത്തെ ജനാധിപത്യ സ്വഭാവം വളരെ പരിപൂർണമായി അതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു വിഷലിപ്തമായ ആശയം ഇവിടെ ഇപ്പോൾ അതും അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. മുൻ പ്രസിഡന്റായ രാം കോവിന്ദിനെ കൊണ്ടൊരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതിലൂടെ പ്രധാനമന്ത്രി ഒരു കുബേരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കേരളത്തിൽ സംസ്ഥാന സർക്കാർ പാപ്പരായി മാറിയെന്നും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ട ഫണ്ടുകൾ വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നും MM ഹസൻ കുറ്റപ്പെടുത്തി. വണ്ടൂർ പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ UDF വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P ഖാലിദ് അധ്യക്ഷത വഹിച്ചു. MLA മാരായ AP അനിൽകുമാർ, PK ബഷീർ, UA ലത്തീഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ആലിപ്പറ്റ ജമീല, ആര്യാടൻ ഷൌക്കത്ത്, E മുഹമ്മദ് കുഞ്ഞി, KT അജ്മൽ, KC കുഞ്ഞി മുഹമ്മദ്, VAK തങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ISI നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുഴൽക്കിണറുകൾ. ടീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം.